ഇമ്മാനുവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷാനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയെ, സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ സ്പിരിച്വൽ ഡിവോഴ്സ്, അതായത് നമുക്കറിയാം ആത്മീയപരമായ വേർപെടുത്തൽ. വചനം കൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് വിശ്വാസ സമൂഹങ്ങളിലാണ് കൂടുതലും ഡിവോഴ്സ് നടക്കുന്നത്. ഉടുപ്പ് മാറുന്നത് പോലെ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ലീഗലി അവർ സെപ്പറേറ്റ് ചെയ്യുന്നു. കുടുംബ കോടതികളുണ്ട്. അവിടെ പോയി കുഞ്ഞ് ഒരു കംപ്ലൈൻറ്റുമായി വീട്ടിൽ വരുമ്പോൾ മാതാവ് സാരമില്ല, നമുക്കിനി അവനെ വേണ്ട, അല്ലെ അവളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളുടെ നടുവിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നൊരു ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, ലീഗലി ഉള്ള ഡിവോഴ്സ്. രണ്ടുപേര് ഡിവോഴ്സ് പേപ്പർ കൊടുത്ത്, അതല്ല വേർപിരിയുന്നില്ല, പക്ഷെ ഹൃദയം കൊണ്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന ഭവനങ്ങൾ വളരെ ഗൗരവകരമായി നാം കാണേണ്ടത്. പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷകനെന്നോ ഉപരി ഒരു കൗൺസിലറാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും ആത്മീയമായി പല തലങ്ങളിൽ പലരുടെ പ്രശ്നങ്ങളെ പഠിച്ചും അറിഞ്ഞും കടന്നു വരുന്നവർ കൊണ്ട് ശുശ്രൂഷിക്കുന്നു. കുടുംബ ജീവിതങ്ങളിൽ വളരെ ദുഃഖത്തോടെ ഒരു സഹോദരി അടുത്തിടെ പറയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്: വർഷങ്ങളായി ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കും, അദ്ദേഹം ഭക്ഷണം കഴിക്കും, വീട്ടിൽ വരുന്നു ജോലി കഴിഞ്ഞ്, യാതൊരു ബന്ധങ്ങളുമില്ല. അതായത് അകന്ന് താമസിക്കുന്ന പോലെ തന്നെ സ്പിരിച്വൽ ഡിവോഴ്സ്. മറ്റ് യാതൊരു വിനിമയമില്ല, കമ്മ്യൂണിക്കേഷനില്ല, ബന്ധങ്ങളില്ല, ഭാര്യ ഭർത്തൃ ബന്ധമില്ല, യാതൊന്നുമില്ല. വരുന്നു പോകുന്നു, മിണ്ടിയിട്ട് തന്നെ ആ സൗകര്യം പറഞ്ഞ് വർഷങ്ങളായി. വിശ്വാസ കുടുംബമാണെന്ന് മറന്നുപോലെ. രണ്ടുപേരും പള്ളിയിൽ പോകുന്നവരാണ്, ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ തന്നെ പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷെ പല ഭവനങ്ങളിൽ പോലും അങ്ങനെ, എല്ലായിടത്തും അങ്ങനല്ല. വേറൊരു വിഷയം വന്നപ്പോൾ ഭർത്താവ് വിശ്വാസത്തിലല്ല, ഭാര്യ വിശ്വാസത്തിലേക്ക് തുടക്കത്തിൽ വന്ന കുടുംബങ്ങളാണ്. ചിലയിടത്ത് സാധാരണ നാമധേയ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഞാൻ കോമൺ ആയിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ അങ്ങനെ ബന്ധങ്ങളില്ല. അവർ താമസിക്കുന്നത് ഒരു കൂരയുടെ കീഴിലാണ്, ബന്ധങ്ങളില്ല. അതുപോലെ തന്നെ നമുക്കറിയാം മക്കളുമായുള്ള ബന്ധം. ഒരു പിതാവ് വളരെ ദുഃഖത്തോട് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറയാൻ കഴിഞ്ഞു, എനിക്ക് അവനോടൊന്നും പറയാനൊക്കത്തില്ല പാസ്റ്ററെ, അല്ലെ ബ്രദറെ. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ വഴക്ക് നടക്കും. അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുക. പലപ്പോഴും പേരൻസിനോട് മിണ്ടാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ മാതാവ് ഭക്ഷണം റെഡിയാണെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ കഴിക്കാതെ ഇരിക്കും. മറ്റ് എന്തെങ്കിലും ലഹരിയോ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെ അറിയത്തില്ല. പക്ഷെ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, യാതൊരു ബന്ധങ്ങളുമില്ല, പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ഒരു ദുഃഖത്തോടൊരു മാതാവ് പറഞ്ഞത്, ഒരു മുറിയിൽ കയറി ഇരിക്കും, ചില സമയങ്ങളിൽ മാത്രം വെളിയിൽ വരും, അവനോടൊന്നും ചോദിക്കുന്ന ഇഷ്ടമല്ല. പപ്പ അവനോട് മിണ്ടാറേയില്ല, ഒന്നും മിണ്ടാറില്ല. അവനോട് എന്തെങ്കിലും ചോദിക്കുകയല്ല, അവനിഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ, മോനെ ഇങ്ങനെയൊക്കെ മതിയോ, നീ ഇങ്ങനെ മുറിയിൽ കയറിയിരുന്നാൽ എങ്ങനെ, ഒരു ജോലി വേണ്ടായോ, നിന്റെ ഭാവി എങ്ങനെ എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തെങ്കിലും സാധനം അവൻ അടിച്ച് തകർക്കും. പേരിന് നോക്കുമ്പോൾ, പുറത്ത് നോക്കുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോകുന്നുണ്ട്, പക്ഷെ ബന്ധങ്ങളില്ല. സ്പിരിച്വൽ ഡിവോഴ്സ്. ആമേൻ. ഞാൻ ദൈവം, അതാണ് ഏറ്റവും വലിയ അപകടം. മറ്റേതൊന്നുമല്ല, പരസ്പരം വേദപുസ്തകം അനുവദിക്കുന്നില്ല, പരസ്പരം ഇഷ്ടമല്ല, പരസ്പരം പിരിഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, ദൈവം യോജിപ്പിച്ച് എന്നെ മനുഷ്യൻ വേർതിരിക്കരുത്. അതിലും ഭയങ്കരമാണ്. അത് ഹൃദയങ്ങൾ തമ്മിൽ അവർ അകന്നു. അവർക്ക് പിന്നെ അങ്ങനെ പറ്റത്തില്ല. ഹൃദയങ്ങൾ അകന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂരക്കീഴിൽ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവർ മാറുന്നു. പക്ഷേ ഇവിടെ മാറുന്നില്ല. മനുഷ്യന്റെ മുമ്പിൽ നോക്കുമ്പോൾ തോമസും അന്നാമയും, അല്ലെങ്കിൽ ഗ്രേസിയും യോഹന്നാനും എല്ലാം നോക്കുമ്പോൾ, പല മതങ്ങളിലാണെങ്കിലും നോക്കുമ്പോൾ പേരൊന്നും ഉണ്ട്, പേരൊന്നും വെട്ടിയിട്ടില്ല, എങ്ങൊന്നും മാറിയിട്ടില്ല. പക്ഷേ ബന്ധങ്ങളില്ല. ഭയങ്കര അപകടമാണത്. വലിയ അപകടമാണ്, വലിയ പാപമാണ്, ദൈവം ക്ഷമിക്കാത്ത പാപമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റവരെക്കാളും ശിക്ഷാവിധി ഇവർക്കായിരിക്കും. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ല, എന്തേലും ആയിക്കോട്ടെ, അവർ മാറിപ്പോയി, ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും ഹൃദയങ്ങൾ ഐക്യതയില്ല, പിന്നെന്ത് ചെയ്യും? അങ്ങനെ മാറുന്നു.
പക്ഷെ ഇവിടെ ഒരു കൂരക്കീഴിൽ ആ പിതാവ് പറയുകയാണ്, എനിക്കൊന്നും ചോദിക്കാൻ അനുവാദമില്ല. ആ മകനോ മകളോ പറയുകയാണ്, എന്നോടൊന്നും ചോദിക്കരുത്. ചെറുപ്പകാലങ്ങളിൽ അവരെ വളർത്തിയതിൻ്റെ വൈകല്യങ്ങൾ, ചിലപ്പോൾ അവർക്ക് പണം ധാരാളം കൊടുത്തു കാണും. ഒരു ഭാര്യ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് വേണ്ടത് ലോകം മുഴുവൻ ഓടി നടക്കുന്ന ഈ ബിസിനസ്സുകാരനെ അല്ല. ഞാനൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കണ്ടതാണ്. എനിക്ക് അങ്ങനെയുള്ള ഒരു പുരുഷനെ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് അതിനുള്ള കെയർ, എൻ്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്ന ഒരു പുരുഷനെയാണ്, ആ ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ആഗ്രഹിച്ചത്. ചില കുഞ്ഞുങ്ങൾ പറയുന്നു, എന്നെ ബോർഡിങ്ങിലാക്കിയിരിക്കുക, എനിക്കെല്ലാം നൽകിയിരിക്കുക, എനിക്ക് എന്തും കഴിക്കാം. എല്ലാ ഹോട്ടലുകളിൽ വരെ പറഞ്ഞിരിക്കുകയാണ്, ഹോസ്റ്റലുകളിൽ അഡ്വാൻസ് പപ്പായും മാമിയും പൈസ അയച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്കതല്ല വേണ്ടത്. എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന, അല്ലേ വെക്കേഷന് പോലും ഞങ്ങളുടെ വന്നിരിക്കുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു പപ്പ മമ്മി. സ്പിരിച്വൽ ഡിവോഴ്സ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല, അവർ പൈസ അയച്ചു തരുന്നു, ആര് വേണമെങ്കിലും പൈസ അയച്ചു തരും. ബന്ധങ്ങളില്ല, കരുതലുകളില്ല, അന്വേഷണങ്ങളില്ല, ചുമതലകളില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ മണ്ഡലങ്ങളിൽ നടക്കുന്ന തകർച്ചകൾ, പരാജയങ്ങൾ, വലിയ വിപത്തുകളിലേക്ക് ഒരർത്ഥത്തിൽ നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലഹരിക്ക് അടിമയാകും. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയാകും? നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ? ഞാൻ ചോദിക്കുക മാതാപിതാക്കളോട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ, മാതൃകയുള്ളൊരു വിശ്വാസ ജീവിതം നിങ്ങൾ നയിച്ചെന്ന് പറയാൻ കഴിയുമോ? നല്ല മാതൃകയോടെ കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ പ്രശ്നത്തിൽ നിന്ന് ആ കുഞ്ഞ് മടങ്ങി വരും. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞെങ്ങനെയാണ്, ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, ആ മാതാവിൻ്റെ കണ്ണുനീര്, ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് വീഴുമായിരുന്നു, കരയുമായിരുന്നു. കാര്യം പിതാവ് മദ്യപാനിയാകൊണ്ട് ദൈവമേ ഇവൻ നഷ്ടപ്പെട്ടു പോലെ. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. കോമണായിട്ടൊരു വിഷയം ഞാൻ പറയുകയാണ്, ദൈവം ഇതിനകത്ത് ഇടപെടട്ടെ. എത്രയോ ജീവിതങ്ങൾ, ക്രമീകരണമില്ലാത്ത ജീവിതങ്ങൾ, ദൈവഭയമില്ലാതെ പാപത്തെ സ്നേഹിച്ച് മദ്യത്തിനും വേണേ മദിരാശിക്കാൻ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു പിതാവിൻ്റെ മക്കൾക്ക് എങ്ങനെ നന്മയിലേക്ക് നടത്താൻ ഈ പിതാവിന് കഴിയും? നമ്മളിപ്പോൾ പറയുന്ന ഒത്തിരി ബോധവൽക്കരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഈ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ കൗൺസിലിങ്ങിൽ വരുമ്പോൾ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും പൊട്ടിക്കരയുകയാണ്. മോനെ മോളെ എന്ന് പോലും ഒരു സ്നേഹം അവർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ അമിത ലാളന കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ പലപ്പോഴും അവർ ഈ മദ്യത്തിനും മയക്കുമരുന്നിലേക്ക് തിരിയുന്നതിൻ്റെ പിൻപിലെ പ്രധാന കാരണം അവരെ ശ്രദ്ധിക്കാനോ അവരെ കരുതാനോ നാം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും സഭയിൽ പറയും, ഒരു പെൺകുഞ്ഞിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ഒരമ്മ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. ഒരു കൗൺസിലിങ്ങിനായി ഒരു കുടുംബം വന്നു. ആ പിതാവിൻ്റെ ദുഃഖം പിതാവ് പറഞ്ഞു, ഇങ്ങനെ അവൾക്കൊരു ബന്ധമുണ്ട്, അവള് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, പാസ്റ്റർ അവളെ ഗുണദോഷിക്കണം. ആ മാതാവും പറഞ്ഞു. ആ കൊച്ചെല്ലാം മൂളി കേട്ടിട്ട് രാവിലെ അവളെ ഇഷ്ടമുള്ള പുരുഷനോട് അവൾ ഇറങ്ങിപ്പോയി. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെയൊക്കെ പിൻപിലേക്ക് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതറിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ വിവാഹം നടത്തി കൊടുത്തെന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് ഒത്തിരി വർഷമോ ഞാൻ എന്തോ അതിനോട് പറഞ്ഞെന്ന് ചോദിച്ചു. ആദ്യത്തെ മാറ്റങ്ങൾ, കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ, അവർ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ, സമ്പർക്കമില്ലാതിരിക്കുമ്പോൾ, അവർ സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു, എനിക്കൊരു കൊച്ചുമകളുണ്ട്, മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ മുഖത്തൊരു മ്ലാനതൊരു വിഷമം. വൈഫിനോട് എനിക്ക് എന്താടി അവരുടെ മുഖത്തൊരു വിഷമം, എന്താണ് കാരണം? അത് ഇന്നതാണ്, അല്ലെ ഇന്നതാണ്, അല്ലെ പനിയ, അല്ലെ തലവേന, അല്ലെ ഒരു ജോലിയുടെ ഒരു അല്പം ഇതാണ്. അവരെപ്പോഴും സന്തോഷത്തോടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മുടെ സ്വർഗീയ ദൈവം എത്ര അങ്ങനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വ്യതിയാനങ്ങളൊന്നുമില്ല അറിയാതെ ഈ കുഞ്ഞിൽ വന്ന മാറ്റങ്ങൾ ഈ മാതാവ് ശ്രദ്ധിക്കുന്ന പകരം ഈ മാതാവ് ഫോൺ തോണ്ടിക്കൊണ്ട് അവിടെ ലോകത്താണെങ്കിൽ ഈ പെൺകുഞ്ഞെങ്ങനെ നന്നാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും അവളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ കുഞ്ഞൊരാളോട് ഇറങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ബന്ധങ്ങൾ വർഷങ്ങളായിട്ട്, പക്ഷെ ചിലപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു പുരുഷനുമായിട്ട് എങ്ങാണ്ട് 10-12 വർഷമായി ബന്ധമുള്ള
ഒരു പെൺകുഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ മാതാവിനോട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പം ഒരു സ്ത്രീയുടെ ചലനങ്ങൾ അമ്മ അറിയുന്നതിനൊപ്പം തന്നെ പുരുഷൻ ആ ആൺകുഞ്ഞിൻ്റെ ചലനങ്ങൾ, അങ്ങനെയൊക്കെ ഒരു റോൾ മോഡൽ അവരങ്ങനെ നോക്കിയാൽ വളരുന്നു. സ്പിരിച്വൽ ഡിവോഴ്സ് പലയിടത്തും ബന്ധങ്ങൾ എന്തുകൊണ്ടായി മയക്കുമരുന്നിന് വീട്ടിലാണ് തുടങ്ങേണ്ടത്. ഞാൻ പറഞ്ഞു വീട്ടിൽ തന്നെ തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത്. സമൂഹങ്ങളിൽ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ വലിയ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ആ മാറ്റം വരണ്ടേ? പണ്ടൊരു അമ്മ ഞങ്ങളുടെ പള്ളി വരുമ്പോൾ പറയും, പള്ളി വരുമ്പോൾ സ്വർഗമോ വീട്ടിൽ ചെല്ലുമ്പോൾ നരകമോ. എന്താ കാര്യം? അങ്ങനാണോ? വീട് സ്വർഗം എന്നിട്ട് എന്താണ് പലർക്കും സ്വന്തം വീട്ടിലോട്ട് ചെല്ലാൻ താല്പര്യമില്ലാത്ത? എന്താണ് ഹോട്ടൽ മുറികളിൽ സ്റ്റേ ചെയ്യുന്നത്? ചിലർ വർഷങ്ങൾ കഴിഞ്ഞും വീട്ടിലേക്ക് വരണം അവർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അവിടെ സമാധാനമുള്ള സ്നേഹം കൊടുക്കുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വരാൻ കഴിയും. ഇപ്പം നമുക്കറിയുന്ന ഫേസ്ബുക്കിലൂടെ പല കാര്യങ്ങളുടെ കൗൺസിലുകളെല്ലാം വരുന്നത് കേൾക്കുന്നത് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല. പക്ഷേ നല്ല പദവിയിലുള്ളവർ പോലും ആ ഭാര്യ പറയുന്ന അവിടെ കണ്ണിൻ്റെ മുമ്പിലൂടെയാണ് മറ്റ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ ഫോൺ കോളുകൾ, വാട്സപ്പ് ചാറ്റിംഗ്, ഓരോ കാര്യങ്ങൾ മുൻപിലൂടെ തന്നെയാണ്. പല സ്ത്രീ വിഷയങ്ങൾ അടുത്തിടെ കൗൺസിലിനായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പല 2, 3, 4 വശങ്ങളുണ്ട്. ഈ സ്ത്രീ ആ പുരുഷന് സ്നേഹം കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പഠിക്കുന്ന വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളാണ്, മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എനിക്ക് സൗകര്യമാരോട് സ്ത്രീകളോട് ഒരു ഗുണദോഷം എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ള മനുഷ്യൻ, മീൻസ് വിവാഹം കഴിഞ്ഞ് അപ്പച്ചനും എന്ന് വേണേൽ പറയാം, ആ തലത്തിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു ഗുണദോഷം പറയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് 2 സൈഡും ഞാൻ പറയും, ഒരു ആത്മീയ ഒരു വ്യക്തിയുടെ ഒരു ഉപദേശം മാത്രം നിങ്ങൾ കേട്ടാൽ മതി. സ്വീകരിക്കാം. നിങ്ങളൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ആ ഒരു പുരുഷൻ, ആ ഒരു കുടുംബജീവിതം അവിടെ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറരുത്. അതുപോലെ തന്നെ പുരുഷന്മാരോടും പറയുകയാണ്, നിങ്ങളൊരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവർക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ കൊണ്ടൊന്നും തീരുകയില്ല. അതൊക്കെ ദൈവം ഒരിക്കലും നിരക്കാത്ത പാപങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള ഡിവോഴ്സ്, കുഞ്ഞുങ്ങളും പിതാവും തമ്മിലുള്ള, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ബന്ധമില്ല ഭവനങ്ങളിൽ. ഒരു മേശയിൽ പോലും ഇരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. പിതാവ് പോയെന്നറിയുമ്പോൾ ആ മകനോടോ മതി, മകൻ പോയെന്നറിയും മകൾ വന്നിരിക്കും, മകൾ പോയെന്നറിയും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സമ്പർക്കങ്ങളുമില്ല. സഭാ ഹാളുകളിൽ തന്നെ ദൈവദാസന്മാരുമായിട്ട് ബന്ധമില്ല. പള്ളിയിൽ വരുന്നു, വേറെ എങ്ങും പോകാത്തതുകൊണ്ട് ചിലപ്പോൾ ചാടി പലയിടത്തും പോയിട്ടായിരിക്കും വന്ന് കയറിയിരിക്കുന്നത്. അവിടൊന്നും പോകാനൊക്കത്തില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളെ നടത്തുന്ന ആ ദൈവദാസനുമായി നിങ്ങൾക്ക് നല്ലൊരു ബന്ധമല്ലെങ്കിൽ അത് നിങ്ങളുടെ സഭയല്ല. അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ശുശ്രൂഷ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് നിൽക്കരുതെന്ന് തന്നെ പറയുന്നു. കാരണം വിശ്വസ്തയോട് ഞാൻ എപ്പോഴും സഭയെ പറയും, ഞങ്ങളെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യെങ്കിൽ നിങ്ങളിവിടെ നിൽക്കരുത്. അല്ല അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ. കാരണം ഭാര്യമേറിയ മുഖങ്ങളൊന്നും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. പക്ഷേ യാന്ത്രികമാകരുത്. കാരണം സഭ സ്നേഹത്തിൻ്റെ സഭയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ഇപ്പോൾ കടന്നു വരുന്നവരെല്ലാവരും അങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് പോകുന്നത്. ആർക്കൊരു പ്രയാസമുണ്ട് അവർ പെട്ടെന്ന് വരുന്നു, പറയുന്നു, കൗൺസിലിങ്ങിന് വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നു, അവർ വീണ്ടും അവർ റിക്കൺസിലേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തോ പറഞ്ഞു ചോദിച്ചാൽ പലയിടത്തും വരുന്നുണ്ട്, ദൈവസനോട് ബന്ധമില്ല. പള്ളി വരും, പള്ളിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും, വന്നു പോകുന്നു. ഇഷ്ടമല്ല, അത് പാപമാണ്. ഇഷ്ടമല്ലെങ്കിൽ ദേവദാസ, ഏതെങ്കിലും ഒരു സഭയിലാണ്, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹങ്ങൾ, എനിക്കിങ്ങനെയൊക്കെയുള്ള കുറവുകളുണ്ട്, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ സഭയിലെ പല കാര്യങ്ങളും എനിക്ക് യോജിച്ച് പോകാനൊക്കത്തില്ല, പക്ഷേ ഞാൻ പോവുകയാണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട പോയവരൊന്നും പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാ, അനുഗ്രഹമാണ്. ഒരു റിലീസ് വാങ്ങി പോകുന്നത് തന്നെ നല്ലത്. കാരണം ആ വ്യക്തി അവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. അപ്പം പോകാൻ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് കാരണം, നിങ്ങൾക്ക് എന്താണ്, അല്ലെ ഇന്ന പ്രയാസം ഉണ്ടായി. അപ്പം നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുക. ഇന്നതുകൊണ്ടാണ് ആ മിസ്റ്റേക്കിന് അങ്ങനെ വന്നു, ഓക്കെ, നമ്മളിൽ കുറവുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ തയ്യാറാണ്, ക്ഷമ ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞവരെ വിട്ടേര്. അപ്പം എന്തോ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാരും അതായത് മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ തമ്മിൽ, വ്യക്തിജീവിതങ്ങൾ തമ്മിലെല്ലാം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഞാനതാ പറയുന്നത്. ഒരു ബന്ധമില്ലെങ്കിൽ, ഞാൻ ചിലപ്പോൾ സാധനം കൊടുക്ക വാങ്ങലൊന്നുമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വീട്ടിൽ ഒരു മേശയ്ക്ക് ചുറ്റും
എപ്പോഴും പറ്റി വരത്തില്ല. ഇപ്പോഴത്തെ തിരക്ക് ഒന്നും പറ്റത്തില്ല കുഞ്ഞുങ്ങളിടത്തെ മാതാവ്. പക്ഷെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് ഏറ്റവും വലുതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഇങ്ങനെ പറയും, ഒരു റിലേഷൻ, അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോലെ.